മന്ത്രി ഗണേഷ് കുമാർ ഭാര്യയായിട്ട് ഒത്തുതീർപ്പായി എന്ന് വാർത്ത വന്നെങ്കിലും അദ്ദേഹത്തിനെതിരായ കുരുക്ക് മുറുകയാണ്. സർക്കാർ നടപടി എടുത്തില്ലെങ്കിൽ സർക്കാർ പിന്നീട് വെട്ടിലാകും എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ കണ്ടത് എന്താണ്? ഒരു സ്ത്രീയും ഒരു മൈനറായ പെൺകുട്ടിയെയും കണ്ടു. അതിൻ്റെ ഫോട്ടോ അവരെടുത്തു. ആ സ്ത്രീയെ ആ കുട്ടിയെയും ശാന്തൻ എന്ന ഡ്രൈവർ അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി. ഈ ഫോട്ടോ എടുത്തത് ബിന്ദുജ മേനോനിൽ നിന്ന് പിടിച്ചെടുക്കാൻ ശാന്തനും അവിടുത്തെ പേഴ്സണൽ സ്റ്റാഫും ശ്രമിച്ചു. ഇതതിൻ്റെ വസ്തുതകളാണ്. ഇതങ്ങ് വൈറലായതോടുകൂടി പ്രശ്നം ഗുരുതരമാകും. 2013 തനിയാവർത്തനം തന്നെ ഇവിടെ നടന്നിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ബാലഗോപാൽ, അദ്ദേഹം ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധിയാണ് ഗണേശൻ്റെ കേരള കോൺഗ്രസ് ഗ്രൂപ്പിലെ. അദ്ദേഹം പാലക്കാട്ട് പോയി ഗണേശൻ്റെ ഭാര്യയെ കണ്ടു. ഒരു ഒത്തുതീർപ്പായി. അവർക്ക് പണം കൈമാറി എന്ന ആക്ഷേപമുണ്ട്. അതേസമയത്ത് അവരങ്ങ് ക്ഷമിച്ചു. ഗണേശ് ക്ഷമ പറഞ്ഞു, അവർ ക്ഷമിച്ചു. ഭാര്യ ഭർത്താക്കന്മാരാണ്. പൊട്ടലും ചീട്ടിലൊക്കെ ഉണ്ടാവും, തട്ടിയും മുട്ടിയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് അവരങ്ങ് ക്ഷമിച്ചു. പക്ഷെ ഇവിടുത്തെ സങ്കീർണമായ നിയമപ്രശ്നം അതല്ല. അവിടെ വാളകത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാര്യ ഒരു സ്ത്രീയെയും ഒരു പെൺകുട്ടിയെയും കണ്ടു, ഒരു മൈനർ കുട്ടിയെയും കണ്ടു. അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അത് നിയമത്തിൻ്റെ പരിധിയിൽ അവരെ തീർച്ചയായിട്ടും അവിടെ കൊണ്ടുവന്ന് ഇത് എന്തിനാണെന്ന് വല്ലാത്തൊരു സിറ്റുവേഷനിൽ കണ്ടു എന്ന് ഭാര്യ തന്നെ നേരിട്ട് കണ്ടു. അപ്പോൾ അവിടെ ഒരു പീഡനം നടന്നു. കൺസെൻ്റ് ഉണ്ടായാലും അവിടെ ഒരു മൈനറുണ്ട്. അവിടെ പീഡനം നടന്നോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒത്തുതീർപ്പായവർ തീർച്ചയായിട്ടും ആ വിവരം ഈ സ്ത്രീയെ ഒരു കുട്ടിയെ അവിടെ വെച്ച് കണ്ടു, മോശാവസ്ഥയെ കണ്ടു കഴിഞ്ഞാൽ ആ വിവരം പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ട ചുമതല ഭാര്യയ്ക്കുണ്ട്. ഭാര്യ അത് ചെയ്തു. പിന്നീട് പരാതിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പിങ്ക് പോലീസ് വന്നു. അവർ ഇങ്ങനെയൊരു പീഡനം നടന്നു എന്നറിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിന് കേസെടുക്കണം. അവരും അതിനെന്ത് തുനിഞ്ഞില്ല. ഭാര്യ കാലുവാരിയെങ്കിലും ആ വിവരം അറിയാവുന്ന ബാലഗോപാൽ എന്നൊരാളും പോലീസ് റിപ്പോർട്ട് ചെയ്തില്ല. അത് ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു, അവർ റിപ്പോർട്ട് ചെയ്തു എന്നറിയില്ല. വാളകത്തെ അവിടുത്തെ പോലീസ് അധികാരികൾ അവിടെ അവരുടെ ഒരു ടീമിനെ അവിടെ അയച്ചെങ്കിലും 112 വിളി വന്ന ശേഷം പിങ്ക് പോലീസിനെ അയച്ചെങ്കിലും അതിന് ഫർദർ നടപടിയെടുത്തില്ല. ഒരു സ്ത്രീയും ഒരു മൈനറായ കുട്ടി ആ വീട്ടിലുണ്ടായിരുന്നു. മോശമായ സാഹചര്യത്തിൽ കണ്ടു എന്ന് വാർത്ത വന്നു. സ്വാഭാവികമായിട്ട് സോമോട്ടെങ്കിലും പോലീസ് കേസെടുക്കണമായിരുന്നു. അതുണ്ടായില്ല. അതും കുറ്റക്കാർ തന്നെ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. അവിടെ 376 നടന്നോ ഇല്ലയോ അത് പറ്റി പറയാൻ ഭാര്യയ്ക്ക് അത് കണ്ടു എന്നാണ് പറയുന്നത്. ഏതായാലും പണം കൊടുത്ത് സ്വാധീനിച്ച് അത് സെറ്റിൽ ചെയ്തെങ്കിൽ അവിടെ നടന്ന കാര്യം പറയാൻ ബാധ്യസ്ഥരാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഒത്തുതീർപ്പിന് ആ സ്ത്രീയെ സമീപിച്ച ആ വ്യക്തി അവർ പോലീസിനെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. രണ്ടുപേരും ചെയ്തില്ല. ശ്രീലേഖ മാഡവും പോലീസിനെ അറിയിക്കാൻ ബാധ്യസ്ഥയാണ്. അത് ചെയ്തിട്ടില്ല. അപ്പം മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒഫൻസ് നടന്നോ ഇല്ലയോ എന്ന് അവർക്കറിയില്ലെങ്കിലും ആ വിവരം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം ബാധ്യസ്ഥരാണ് നിയമപരമായി. അത് കുറ്റകരമായ ഒരു ഒഫൻസാണ്. വാളകത്തിലെ സംഭവം ഒഫൻസ് വെളിവായ ഉടൻ റിപ്പോർട്ട് ചെയ്യണം. അത് 202 IPC പ്രകാരം കുറ്റകരമാണ്. അപ്പോൾ അതിൻ്റെ BNS സെക്ഷൻ 239. അപ്പോൾ ആ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഒത്തുതീർപ്പിന് വന്ന ബാലഗോപാൽ, അവിടുത്തെ ഡ്രൈവർ ശാന്തൻ, അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്ന പേഴ്സണൽ സ്റ്റാഫ്, DGP റിട്ടയർ ചെയ്ത ശ്രീലേഖ, അങ്ങനെ പിന്നെ പിങ്ക് പോലീസൂടെ അറിഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. എന്താണ് സംഭവം നടന്നതെന്ന് മനസ്സിലായി. 112 എന്തായാലും വിളിച്ചിട്ടുണ്ടല്ലോ, വിവരം ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ടല്ലോ.
അതിൻ്റെ ബാക്കി പത്രം എന്തായാലും പോലീസ് അന്വേഷിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുതൽ പറയുന്നത്, ഭാര്യ ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ പ്രശ്നം അവിടെ കൊണ്ട് തീരാൻ പോകുന്നില്ല. ഗണേശന് ഒരു പബ്ലിക് സെർവൻ്റാണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകളെല്ലാം പബ്ലിക് സെർവൻ്റാണ്. അവിടെ നടന്ന കാര്യം, നിയമവിരുദ്ധമായി നടന്ന കാര്യം അറിയിക്കാൻ ബാധ്യസ്ഥരാണ് അവർ. അത് ചെയ്തില്ല. അത് ചെയ്തില്ലെങ്കിൽ 202 IPC പ്രകാരം കുറ്റകരമാണ്. അടിയന്തരമായിട്ട് കൊട്ടാരക്കര DYSP ആരാണ് അവിടെ വന്നു പോയതെന്ന് നോക്കിയിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് ആ ഭാര്യയോട് ചോദിച്ച് മനസ്സിലാക്കി സോമോട്ടോ ആയിട്ട് കേസെടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തുകളുണ്ടാവും. കാരണം KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ആരോ ഒരാൾ പരാതി കൊടുത്തു കഴിഞ്ഞു. അവിടെ ഒരു മൈനറും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നടന്നത് എന്താണെന്ന്, അതും ഒരു സ്ത്രീ കാണാൻ പാടില്ലാത്ത വിധത്തിലായിരുന്നു എന്ന് ഭാര്യ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാറാൻ പറ്റില്ല. അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യം ശ്രദ്ധിക്കണം. മന്ത്രി രാജിവെക്കുകയോ രാജിവെക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ആരും ഇൻ്റർഫിയർ ചെയ്യേണ്ട. പക്ഷേ അദ്ദേഹം ഒരു പബ്ലിക് സെർവൻ്റാണ്, കാര്യം മറന്നുപോയി. സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ആളാണ്, പബ്ലിക് സെർവൻ്റാണ്. ചില മൊറാലിറ്റികളൊക്കെ അദ്ദേഹം കീപ്പപ്പ് ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിന് തോന്നിയാസം നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കേസിൻ്റെ തുടക്കമായിട്ടേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പം തന്നെ ഒരു കേസ് കൊട്ടാരക്കര നടക്കുന്നുണ്ടല്ലോ. ആ കേസിനകത്ത് 2 സാക്ഷികൾ അദ്ദേഹത്തിനെതിരായിട്ട് പറഞ്ഞു. സുധീർ മലയിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനും ഇദ്ദേഹത്തിനെതിരായി മൊഴി കൊടുത്തു. ആ മൊഴി ആ കേസിൻ്റെ തുടർ നടപടികളെ സ്റ്റേ ചെയ്യണമെന്നും അല്ലെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു കൊടുത്ത അദ്ദേഹത്തിൻ്റെ അപേക്ഷ തള്ളുകയും ചെയ്തു. അത് കൃത്യമായ ഓഫൻസാണ് അതിനകത്ത് നടന്നത്. കാരണം ആ സബ് ജയിലിലെ റിമാൻഡിൽ കഴിഞ്ഞ സോളാർ കേസിലെ പ്രതി അവർ ഒരു പരാതി ജയിലിൽ വെച്ച് എഴുതി ജയിൽ സൂപ്രണ്ടിനെ ഏൽപ്പിച്ചപ്പോൾ അതിനകത്ത് 4 വാചകങ്ങളുടെ എഴുതി ചേർത്തു. അത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ആ സ്ത്രീയെ ആയിട്ട് അമിതമായ ബന്ധം പുലർത്തിയെന്നും വളരെ വികൃതമായ രീതിയിലുള്ള ഒരു മൊഴികൾ അവരുടേതായിട്ട് അഡീഷണലായിട്ട് എഴുതി ചേർത്തു എന്നുള്ളതാണ് ആ കേസിൻ്റെ പ്രത്യേകത. അതാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത്. ഏതായാലും ഗണേഷ് കുമാറും ഗണേശൻ്റെ ഭാര്യയും ഒന്നായെങ്കിലും കുറ്റം അവിടെ കിടപ്പുണ്ട്. കുറ്റം ആ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയെയും കുട്ടിയെയും അവിടുന്ന് കടത്തിക്കൊണ്ട് പോയത് കണ്ടു. അവർ മൊഴി കൊടുക്കാതിരിക്കാൻ ഒക്കില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്. അവർക്ക് പരാതി ഇല്ലെങ്കിൽ അതിന് തടസ്സമില്ല, അവർക്ക് പരാതി പറയണ്ട. പക്ഷെ ഒരു പബ്ലിക് സെർവൻ്റാണ്, മന്ത്രിയാണ്, അദ്ദേഹത്തിന് ലൈഫ് സന്മാർഗ രീതിയിൽ തന്നെ ആയിരിക്കണം, അദ്ദേഹത്തിന് തോന്നിയാസം കാണിക്കാൻ കഴിയില്ല. അങ്ങനെ അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും പ്രണയിനികൾ 5000 പേരൊക്കെ ഉണ്ടെന്നൊക്കെ വീമ്പിളക്കിയെങ്കിലും പക്ഷെ അവിടെ നടന്ന പ്രണയമല്ല, മറ്റു ചില ഇന്ത്യൻ പീനൽ കോഡിലോ അല്ലെ BNS വരുന്ന ഒഫൻസാണ് എന്നുള്ള കാര്യം മറന്നു പോരുത്. അതുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യാത്തവരും കുറ്റക്കാരാണ്. അതുകൊണ്ട് ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസെടുത്ത് അന്വേഷണം തുടങ്ങുന്നതായിരിക്കും ഇടതുപക്ഷ ഗവൺമെൻറ്റിന് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ മന്ത്രിയായിട്ട് ഇരുന്നോട്ടെ, ഭരിച്ചോട്ടെ, അതിനൊന്നും തടസ്സമില്ല. പക്ഷേ ഒരു കുറ്റം കോഗ്നിസബിൾ ഒഫൻസ് വെളിവായിട്ടുണ്ടെങ്കിൽ അതെടുക്കാൻ ബാധ്യസ്ഥരാണ് പോലീസ്. അതാരായാലും ശരി, ഏത് മന്ത്രിയായാലും ശരി. അത് പോലീസ് എടുത്തിട്ടില്ല ഇതുവരെ. അത് സപ്രസ് ചെയ്തെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനും വെള്ളത്തിലാകും എന്നാണ് ഞാൻ കരുതുന്നത്.